ഹലോ, കല്ലൂസ് ബേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് കേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം, ലെവൽ ചെയ്തെടുക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണ മെത്തേഡാണിത്. ഞാൻ ചെയ്യണത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുക്കും, അതിനുശേഷം കേക്ക് മൊത്തം റൗണ്ട് ചെയ്ത് കൊടുക്കും. കേക്ക് മൊത്തം ഇതുപോലെ റൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ നമുക്ക് ക്രീം എത്തും. അല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ പാലറ്റ് നൈഫ് വെച്ചിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാ സൈഡിലും ഒരേപോലെ എത്തണമെന്നില്ല. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ എത്തും. പിന്നെ നമ്മൾ പാലറ്റ് നൈഫ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഫിനിഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം ഇട്ടിട്ടാണ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് ക്രീം കൊടുത്തപ്പോൾ ഇത്ര ഗ്യാപ്പ് ഇടാൻ കാരണം അതാണ്. ഗ്യാപ്പ് ഇട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി ക്രം കോട്ടിങ്ങിൽ അത്യാവശ്യം ക്രീം ഉണ്ട്. പിന്നെ നമ്മൾ അടുപ്പിച്ച് റൗണ്ട് ചെയ്യുമ്പോൾ എക്സസ് ക്രീം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അല്ലെങ്കിൽ അടുത്തടുത്ത് കൊടുത്താൽ കുറച്ചും കൂടെ അധികം എളുപ്പമാണ്. പിന്നെയും ആ ഒരു ഗ്യാപ്പുകൾ അധികം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗിൽ കൊടുത്തപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ഗ്യാപ്പ് കണ്ടു. അപ്പോൾ ആ ഗ്യാപ്പ് വന്നേക്കുന്ന സ്ഥലത്ത് അവിടെ മാത്രം ക്രീം ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഈ പാലറ്റ് നൈഫ് പിടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി ചെരിച്ച ഒരു രീതിയിലാണ്, ഒരു സ്ലാൻഡിങ് ടൈപ്പായിട്ട്. ഫുൾ അങ്ങനെ ടച്ച് ചെയ്തിട്ടല്ലാണ്ട് കുറച്ചൊന്ന് ചെരിച്ചിട്ട് വേണം പാലറ്റ് നൈഫ് പിടിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് പ്രസ് ചെയ്യണം. കേക്കുമേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, ഒരുപാടല്ല, ഒന്ന് അതുമേക്കായിരിക്കണം അതിൻ്റെ ഒരു ഫോഴ്സ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ഈ ക്രീം അതിലോട്ട് ഇങ്ങനെ ലെവലായിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്നും കൂടെ ക്രീം കൊടുക്കാം. പാലറ്റ് നൈഫ് പിടിക്കേണ്ട രീതിയാണ് അത്. ആ സൈഡിൽ എനിക്ക് കൈ ചെയ്യാനായിട്ടൊരു പാങ്ങില്ല, അതാണ് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ചെയ്യണത്. അതുപോലെ പിടിക്കണം, ചെറുതായിട്ടൊന്ന് പാലറ്റ് നൈഫ് ചെരിച്ച് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും വീണ്ടും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ക്രീം അപ്ലൈ ചെയ്യാം. മൊത്തത്തിൽ പിന്നെ കൊടുക്കരുത്. അപ്പോൾ പിന്നെ എക്സസ് ക്രീമാവും, പിന്നെയും ഒന്നും കൂടെ ഇരട്ടിപ്പണിയാവും നമുക്ക്. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നിടത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പ് സൈഡിൽ കുറച്ച് ക്രീം ആവാനുണ്ടായിരുന്നു, അപ്പോൾ അവിടെ മാത്രം ഒന്ന് ക്രീം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കുറച്ച് അവിടെ ഒരു ഗ്യാപ്പ് വന്നിടത്ത് അവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ പാലറ്റ് നൈഫ് ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് കേക്കിലോട്ട് ഫോഴ്സ് കൊടുത്ത്, ഭയങ്കര ഫോഴ്സ് അല്ല, ലൈറ്റായിട്ട്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം റൗണ്ട് സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് സൈഡ് ചെയ്തെടുക്കാനാണ്. സൈഡ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ലെവലാക്കി കിട്ടും. ടോപ്പ് സൈഡിൽ ചെയ്യാനാണ് മിക്കവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ടോപ്പ് സൈഡിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച്, എല്ലാ എഡ്ജസ് മൊത്തം ഒരുമിച്ച് എടുക്കാണ്ട് ഓരോ സൈഡിൽ നിന്നും വളരെ സാവധാനം എടുക്കണം. ഒരു സൈഡ് എടുത്തു, അത് തുടച്ച് ക്ലീൻ ആക്കുക, ആ പാലറ്റ് നൈഫ് ക്ലീൻ ആക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒരു ഇച്ചിരി ഭാഗം കൂടെ എടുക്കുക, അതും ക്ലീൻ ആക്കുക പാലറ്റ് നൈഫ്. ദെൻ എടുക്കുക, വീണ്ടും ക്ലീൻ ആക്കുക. ഒരു 5, 6, 7 പ്രാവശ്യം, അത് കേക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് എടുത്തിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലാണ്ട് 1, 2 പ്രാവശ്യം പെട്ടെന്ന് നമ്മൾ എടുത്ത് ചെയ്ത് അത്രയും നേരം നമ്മൾ ചെയ്ത കഷ്ടപ്പാട് നടക്കില്ല. അപ്പോൾ വളരെ സാവധാനത്തിൽ വേണം എഡ്ജ് എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു 4-5 പ്രാവശ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മുടെ പാലറ്റ് നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മുടെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ അല്ല യൂസ് ചെയ്യാറ്, ഏതെങ്കിലും നല്ല കോട്ടൺ ക്ലോത്താണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബേസ് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം എനിക്ക് ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്യണം തോന്നി, കുറച്ചും കൂടെ ഒരു ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ട് ആ ടോപ്പ് സൈഡ് അതേപോലെ തന്നെ അതും ഒരു 3-4 പ്രാവശ്യമായിട്ട് എടുക്കണം. ഒറ്റ പ്രാവശ്യത്തിൽ എടുക്കരുത്, 1-2 പ്രാവശ്യത്തിൽ എടുക്കരുത്, ഓരോ സൈഡായിട്ട് എടുക്കണം. ഓരോ എടുക്കലിനും പാലറ്റ് നൈഫ് നന്നായിട്ട് തുടച്ചെടുക്കണം. പിന്നെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, അത്യാവശ്യം ഫിനിഷിംഗ് ആയിരിക്കും കേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കും ഒന്നും കൂടെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പണി പാളും, 8ൻ്റെ പണി കിട്ടും. അപ്പോൾ അത് പറയാൻ പറ്റില്ല ഏത് സിറ്റുവേഷൻ ആയിരിക്കുന്നത്. ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ അത് മതി. ഇതിപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ്, കാരണം കേക്ക് മൊത്തം പ്ലെയിൻ ആണ് സൈഡ് മൊത്തം. അപ്പോൾ അത് നല്ല രീതിയിൽ കാണണമല്ലോ, അതുകൊണ്ടാണ് വീണ്ടും ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ ഞാൻ ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോസ് 2-3 നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. താങ്ക്